ഇപ്പം നമ്മുടെ നാട്ടിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്ന പല വൃക്ഷങ്ങളുമുണ്ട്, തണൽ വൃക്ഷങ്ങൾ. അതിൻ്റെ തണൽ നമ്മൾ അനുഭവിക്കുന്നത്. ആര് വെച്ചതാ? മുൻ അല്ലെങ്കിൽ പൂർവ്വ പിതാക്കന്മാർ വെച്ചതിൻ്റെ തണല് നമ്മൾ ഇപ്പം അനുഭവിക്കുന്നു. അതുപോലെ തന്നെയാ ഇന്ന് നമ്മൾ എന്തു വെക്കുന്നോ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അടുത്ത തലമുറയ്ക്ക് ലഭിക്കും. ഇന്ന് നമ്മൾ ഈ തണൽ വൃക്ഷങ്ങൾ ഒന്നും നിൽക്കണമെന്നില്ല. അപ്പം നമ്മൾ വീണ്ടും തണൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് അതിന് തണൽ കിട്ടും. നമ്മൾ അടുത്ത തലമുറയ്ക്ക് തണൽ ഉണ്ടാകത്തക്ക വിധത്തിലുള്ള വൃക്ഷങ്ങളാണോ വെച്ചുകൊണ്ടിരിക്കുന്നത്? ആണോ? അവിടെ കിടക്കട്ടെ ആ ചോദ്യം. വായിച്ചേ സദൃശ്യവാക്യം അതിൻ്റെ 22-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സർക്കസ് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഓടിക്കളിക്കട കുഞ്ചിരാമ, ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ കുരങ്ങൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കും, ഓടിക്കളിക്കും. സിംഹം ഓടിക്കളിക്കും, ആന പന്ത് കളിക്കും, ആന കസേരയിലിരിക്കും. ഇങ്ങനെ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ ഈ മൃഗങ്ങൾ കാണിക്കുന്നത് എങ്ങനെ? മനുഷ്യനെ കണ്ട കടിച്ചു കയറാൻ നിൽക്കുന്ന സിംഹം മനുഷ്യൻ്റെ കൂടെ നടക്കുക. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഘടകമാണ് ട്രെയിനിങ്. പറഞ്ഞ ട്രെയിനിങ്. അപ്പം എങ്ങനെ ഇതിനെ ട്രെയിൻ ചെയ്യുന്നോ അതനുസരിച്ചാണ് ഈ മൃഗങ്ങളൊക്കെ ബിഹേവ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വേദപുസ്തകം നമ്മളോട് പറയുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ നടക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ആക്കി തീർക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതുപോലെ നിങ്ങൾ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യണം. എന്നൊരു വായിച്ചു നോക്കിയേ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ ഏത് വഴിയിൽ നടക്കണം ആ വഴിയിൽ തന്നെ അവനെ ട്രെയിൻ ചെയ്യണം. കാരണം അവൻ കുഞ്ഞാ, അവന് അറിവായി തുടങ്ങുന്നതിന് മുമ്പാണ് ട്രെയിനിങ് നടന്നത്. എപ്പോഴും ഈ ആനകളെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ട്രെയിനിങ് നടത്തുന്നത്. വലിയ കൊമ്പനായൊക്കെ പിടിച്ചുകൊണ്ട് വന്ന പ്രശ്നമാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ആനയും കുഞ്ഞിനെയും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ട്രെയിനിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് യൗവനക്കാരനെ ട്രെയിൻ ചെയ്യാനല്ല പറഞ്ഞത്, ബാലനെ ട്രെയിൻ ചെയ്യാനാണ്, ചൈൽഡിനെ ട്രെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? നാട്ടിലൊക്കെ പണ്ട് അമ്മച്ചിമാർ വരെ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പം ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേ. ഇപ്പം നിങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ കാലമാണ്, ഒന്നും ട്രെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി മുട്ടയിലിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്രാർത്ഥിക്കുക. ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രായത്തിൽ കുഞ്ഞുങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ദൈവവചനപ്രകാരം കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യണം. സ്തോത്രം. എങ്ങനെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യാം? നമുക്ക് ഗൂഗിളിൽ പോയി അടിച്ചു നോക്കിയാൽ മതി എങ്ങനെ ട്രെയിൻ ചെയ്യാം, എങ്ങനെ സിംഹത്തെ ട്രെയിൻ ചെയ്യാം, എങ്ങനെ കാക്കയെ ട്രെയിൻ ചെയ്യാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, സുവാർത്തയിലെ കുഞ്ഞുങ്ങളെ എങ്ങനെ ട്രെയിൻ ചെയ്യണമെന്ന് ഗൂഗിളിൽ കാണത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. ഒന്ന്, കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് ഇപ്പം ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് അവരെ കാണിച്ചു കൊടുക്കുകയാണ്. വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുക. കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണം. ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇതാണ് കറക്റ്റ്. ഇത് ആര് കാണിച്ചു കൊടുക്കണം? ആര് കാണിച്ചു കൊടുക്കണം? പറഞ്ഞില്ല. മാതാപിതാക്കൾ അവരെ കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ വീട്ടിലാണ് ഏറ്റവും വലിയ ട്രെയിനിങ് നടക്കുന്നത്. നമ്മളെപ്പോഴും സ്കൂളിനെയും കോളേജിനെയും ഒക്കെയാണ് കുറ്റം പറയുന്നത്, അല്ലേ? സ്കൂളിനെയും കോളേജിനെയും ഒക്കെയാണ് നമ്മളെപ്പോഴും കുറ്റം പറയുന്നത്. പക്ഷേ നമ്മൾ വീട്ടിൽ നമ്മളെ കണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. നമ്മൾ പറയുന്നത് കേട്ടാണ്. അപ്പം നമ്മളാണ് കുഞ്ഞുങ്ങളുടെ വിഷ്വൽ എന്നാ പറയുന്നത് മോഡൽ. അവർ നമ്മളെ കണ്ടാൽ വളരാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്നെയാണോ കൂടുതൽ കാണുന്നത്, നിങ്ങളെയാണോ കൂടുതൽ കാണുന്നത്? ആരെയാ കൂടുതൽ കാണുന്നത്? മാതാപിതാക്കളെയാ കൂടുതൽ കാണുന്നത്. അപ്പം അവരാരെയായിരിക്കും കൂടുതൽ പഠിക്കുന്നത്? അപ്പോൾ ടീച്ചറിനെ കാണുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പം നമ്മൾ പുറത്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവരവരെ കൂട്ടുകാരെയും ടീച്ചർമാരെയും പുറത്ത് വിടുന്നത് വരെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ആരെയാണ് അവർ കൂടുതൽ സമയം കാണുന്നത്? മാതാപിതാക്കൾ. അപ്പം നമ്മളെങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നോ അതുപോലെ ആയിരിക്കും കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്.
ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി അവർ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക എന്നുള്ളതാണ്. നമ്മൾ ഈ ചെറുപ്രായത്തിലൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മുഴുവനും ലോകപരമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും ട്യൂഷനുകൾക്കും എങ്ങനെയെങ്കിലും ഇവനെ മറ്റവനേക്കാളും കൂടുതൽ മാർക്ക് മേടിപ്പിക്കണം എന്ന ചിന്തയും കോമ്പറ്റീഷൻ മൈൻഡുമാണ് നമ്മൾ ഇവരുടെ ഉള്ളിൽ കൊടുത്തുവിടുന്നത്. അതിനു പകരമായിട്ട് നമ്മൾ നമ്മുടെ ഭവനത്തിൽ ഇവരെ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ തുടങ്ങിയാൽ ഇവർ യേശുവിനെ കുറിച്ച് പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഓക്കെ, അവിടെ വരെയായി. അപ്പം നമ്മളെയാണ് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കേണ്ടത്. നമ്മൾ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നോ അത് തന്നെ കുഞ്ഞുങ്ങളും പ്രാധാന്യം കൊടുക്കും. വേദോസം നമ്മളെ പഠിപ്പിച്ച് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പം അപ്പനും അമ്മയും അവനെ ദൈവത്തിൻ്റെ കാര്യത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ നിശ്ചയമായിട്ട് കുഞ്ഞുങ്ങളും അതിന് തന്നെ പ്രാധാന്യം കൊടുക്കും. നിങ്ങൾ വീട്ടിൽ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു പറയണം. നിങ്ങൾ വീട്ടിൽ പറയുന്ന വാക്കുകൾ നിശ്ചയമായിട്ട് കുഞ്ഞുങ്ങൾ പരസ്യമായി പറഞ്ഞിരിക്കും. നമ്മൾ വീടിനകത്ത് പറയുക, ഇപ്പം നമ്മൾ വീട്ടിലോട്ട് അവളോട് എന്ത് പറയാം, ഈ ഭാഷകളൊക്കെ അങ്ങനെ നിങ്ങൾക്ക് പറയാം, ചുമ്മാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, വിശുദ്ധി വേണം, അങ്ങനെ വേണം, ഇതൊക്കെ എല്ലാവരെയും കൊണ്ട് പറ്റുമോ എന്ന് നമ്മൾ ഇത് പറയുമ്പോൾ ആരാ ഇത് കേട്ട് ആമയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ കൊച്ചിള്ളാക്കുഞ്ഞ് ഇത് കേട്ടോണ്ടിരിക്കുക. ഇവൻ ബാംഗ്ലൂരിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ വേണ്ടാതിനും കാണിച്ചു. ഇവിടുന്ന് മോനെ എടാ നമ്മുടെ ഭാഷ അങ്ങനെ പറയാം, അച്ഛനല്ലോ പണ്ട് പറഞ്ഞ ഭാഷ പറയുന്നൊന്നും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ വർത്തമാനം പറയുന്നോ അത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും പറഞ്ഞിരിക്കും. പിടികിട്ടിയോ? എന്തോ മനസ്സിലായി? അപ്പോൾ ആരെ കണ്ട് വേണം പിള്ളേർ വളരാൻ? നിങ്ങൾ പണത്തിന് വേണ്ടി ഓടുന്ന ഓട്ടവും പണത്തിനോടുള്ള ആക്രാന്തവും അല്ല പിള്ളേർ കാണേണ്ടത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഓടുന്ന ഓട്ടവും ദൈവത്തോട് കാണിക്കുന്ന സ്നേഹവും ദൈവമക്കളോട് കാണിക്കുന്ന സ്നേഹവും ദൈവദാസന്മാരോട് കാണിക്കുന്ന ബഹുമാനവുമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ടു വളരേണ്ടത്. അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മൾ അടിച്ചു പഠിപ്പിക്കുന്നതിനേക്കാളും നാട്ടിലൊക്കെ പണ്ട് DPEP എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട്. ഒരു സംഭവം കൊണ്ട് പറയും ഇതാണ് ഇത്. ഇവരെക്കുറിച്ച് ഇതിൻ്റെ തിയറി പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം ഞാൻ ഇങ്ങനെ പറയും, തപാലി സ്വിമ്മിങ് പഠിപ്പിക്കാന്ന് പറയും. അതായത് സ്വിമ്മിങ്ങിന് തന്നെ കോഴ്സ് തപാലി വഴി പഠിപ്പിക്കുക, എന്നിട്ട് ബെഡ് കഴിഞ്ഞ് സ്വിം ചെയ്യാൻ പഠിപ്പിക്കും. അല്ല, അവൻ ഒരിക്കലും സ്വിമ്മിങ് പഠിക്കത്തില്ല. പക്ഷേ ഇവനെ പ്രാക്ടിക്കൽ ചെയ്ത് പഠിപ്പിച്ചാലോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കണം. മോനെ ഇതാണ് ദൈവവേല, ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ ദൈവദാസന്മാരെ ബഹുമാനിക്കേണ്ടത്, ദൈവവേലയ്ക്ക് നമ്മൾ ഇങ്ങനെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. പണ്ട് തൊട്ടേ അപ്പച്ചന്മാർ പറയും ചൊട്ടയിലെ ശീലം ചൊടല വരെ. ബാലന് നടക്കേണ്ടുന്ന വഴി എടാ സഭായോഗത്തിന് സമയത്തിന് പോകാൻ നീ മുൻകൈ എടുക്കണം. സെൽ മീറ്റിങ്ങിന് ചാടി ഇറങ്ങണം. നീ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നടക്കരുത്. ഇവൻ ജീവിതകാലം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നടക്കും. നമ്മൾ ആരാധനയ്ക്ക് പോകാനുള്ള പ്രാധാന്യം കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന്. നമ്മൾ പ്രാർത്ഥിക്കാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും ജീവിതത്തിലെ ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. അത്ര മനസ്സിലായ എത്ര പേരുണ്ട്? നമ്മൾ സിനിമയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, നമ്മൾ TV-ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, നമ്മൾ പത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ലോകത്തിലെ ഫ്രണ്ട്ഷിപ്പിനും ലോകത്തിലെ കൂട്ടുകെട്ടിലും നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും ഇതാണ് പ്രധാനം. ഇത് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇത് ഡയറക്റ്റ് അല്ല. നിങ്ങൾ ഏത് വഴി പോകുന്നോ ആ വഴി പോകാനാ കുഞ്ഞുങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ ദൈവികമായിട്ടാണ് അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിശ്ചയമായിട്ട് ഇപ്പം വിളിച്ച് ചോദിച്ചാൽ കുഞ്ഞ് നിനക്ക് ആരാകാൻ ആഗ്രഹം? എനിക്ക് ബിൽ ഗേറ്റ്സ് ആകാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവൻ്റെ ട്രെയിനിങ് കറക്റ്റ് അല്ല. അവൻ പറയണം എനിക്കൊരു ദൈവദാസനാകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്ത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തണം എന്നത് തന്നെയായിരിക്കണം അവൻ്റെ വായിൽ നിന്ന് വരുന്ന മറുപടി. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കറക്റ്റായിട്ടാണ് പോകുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്ത് വളർത്തണം. അടിച്ചു വളർത്തുന്ന പ്രായമല്ല, പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ലൈഫ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കാണിക്കണം. ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? നമ്മുടെ ചർച്ചിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? സ്കൂളിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. സ്തോത്രം. നമ്മൾ ബഹുമാനിച്ചാലല്ല മറ്റുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ ബഹുമാനിക്കുമല്ലോ. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യും അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളും, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു കുഞ്ഞുങ്ങൾ വിചാരിക്കുന്ന ഇതാണ് ജീവിതത്തിൽ നമുക്കും ആവശ്യം. ഇപ്പം മദ്യപിക്കുന്ന അപ്പൻ വീട്ടിൽ നിന്ന് മദ്യപിക്കുകയാണെങ്കിൽ, ഇവിടെ മദ്യപാനികളില്ലാത്തതിനായി സ്തോത്രം, മദ്യപിക്കുന്ന അപ്പൻ വീട്ടിൽ നിന്ന് മദ്യപിക്കുമ്പോൾ കുഞ്ഞു വിചാരിക്കുന്നത് നമ്മളും ഈ പ്രായമൊക്കെ ആകുമ്പോൾ
മദ്യപിക്കണം. മനസ്സിലായോ? കാരണം നമ്മൾ കാണിക്കുന്നത്, ഇപ്പം നമ്മുടെ വേ ഓഫ് ഡ്രസ്സിങ്, നമ്മുടെ സംസാര രീതി, നമ്മുടെ പ്രതികരണ രീതി, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന രീതി, ഇതൊക്കെ കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. ഇത് ഇവരെ പറഞ്ഞു. അപ്പം നിങ്ങൾ പറയും നമ്മൾ കുഞ്ഞുങ്ങളെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പ്രയാസമാണ്. പക്ഷേ ഇപ്പോഴേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞിലെ തൊട്ടേ നിങ്ങൾ ഈ വഴിയിൽ കൊണ്ടുപോയാൽ അവർ അങ്ങനെ തന്നെ പൊക്കോളും. എങ്ങനെ പോകും? അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഉറക്കെ ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ ആമീൻ പറഞ്ഞാട്ടെ. ആമേൻ. ആവർത്തന പുസ്തകം 6:1 വായിച്ചാട്ടെ. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകന്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടുക. വീട്ടിൽ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കേണ്ടത് ദൈവഭയമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അടിച്ചു പൊട്ടിക്കുക എന്നുള്ള ചിന്ത മാത്രം പോരാ. ഇങ്ങോട്ട് നോക്കിയേ, കുഞ്ഞുങ്ങൾക്ക് ആദ്യം വേണ്ടത് ദൈവഭയം വേണം. പറഞ്ഞ ദൈവഭയം. ഇവിടെ നോക്കിയേ, നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. മറിച്ച് ഇവർക്ക് ദൈവത്തെ ഭയമുണ്ടെങ്കിൽ ഇവർക്കൊരു ബോധ്യം വരും, ദൈവം എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ആരും ആമീൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇവിടുന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് പുറകെ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈ കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം, നമ്മുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെ നീയും നിന്റെ മകനും മകന്റെ മകനും, വല്യപ്പന് വരെ ഉത്തരവാദിത്വമുണ്ട്, മകന്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിന്. ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടേണ്ടതിന്. കുഞ്ഞുങ്ങൾക്ക് ദൈവഭയം ഉണ്ടായിരിക്കണം. സ്തോത്രം. ഇവർക്ക് ദൈവഭയം ഉണ്ടെങ്കിൽ ഇവരെവിടെ ചെന്നാലും ഇവർക്കറിയാം ഇവൻ എല്ലാം കാണുന്ന ദൈവമാണ്, ഇവൻ എല്ലായിടത്തും പ്രസന്റ് ആണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അപ്പനെ ഒളിക്കാൻ പറ്റും, എനിക്ക് എൻ്റെ അമ്മയെ ഒളിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ആരെ ഒളിക്കാൻ പറ്റത്തില്ല? എനിക്ക് ദൈവത്തെ ഒളിക്കാൻ പറ്റത്തില്ല. ആ ഒരു ചിന്ത നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾ സക്സസ് ആകും. നിങ്ങൾ പിന്നെ ഭാരപ്പെടുന്ന വരുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ബാബുചായ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നാമത് വേണ്ടത്, അടുത്തേക്ക് സ്വത്രം പറഞ്ഞാട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നാമത് വേണ്ടത്, പെട്ടെന്ന് പറ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നാമത് വേണ്ടത് എന്താണ്? ദൈവഭയം. അത് ആര് കാണിച്ചു കൊടുക്കണം? എടാ, ആരാധനയ്ക്ക് പോയില്ല, നിനക്കൊരു വെപ്രാളം ഉണ്ടാകണം. ഇത് നിന്റെ കുഞ്ഞ് കാണണം. ആരാധനയ്ക്ക് പോയില്ല എന്നാ കുറച്ചുകൂടെ ഉറങ്ങാം. അപ്പൊ ഇവന്റെ ചിന്ത എന്നാ? ഇവൻ എവിടെ പോയാലും ഇവനില്ല, ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ സാരമില്ല, കാരണം എൻ്റെ അപ്പൻ അങ്ങനെ അത്ര അത്യാവശ്യത്തിലൊന്നും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? വല്ലതും പിടി കിട്ടുന്നുണ്ടോ? യൂസ്ഫുൾ ആണോ? സ്തോത്രം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നെ കണ്ട് വളരണം. പറ, എന്നെ കണ്ട് വളരണം. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ, എന്നെ കണ്ട് വളരണം. അമ്മ ഒന്നുകൂടെ പറഞ്ഞ, എന്നെ കണ്ട് വളരണം. ഒന്നുകൂടെ പറ, എന്നെ കണ്ട് വളരണം. ഹല്ലേലൂയ. അപ്പം കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണം? ദൈവഭയം. ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് ദൈവഭയത്തെ വളർത്തണം. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം ദൈവവചനം. രണ്ടാമത്തെ കാര്യം, അവർക്ക് വചനം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഒന്ന്, നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണം. രണ്ട്, നമ്മൾ ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് മൂത്തവരെ കണ്ട എഴുന്നേൽക്കുമായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാ കാര്യമെന്ന് അറിയാമോ? നമുക്കിപ്പോൾ അതില്ല. ഹല്ലേലൂയ. മൂത്തവരെ കണ്ട എഴുന്നേൽക്കാൻ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. ആര് പഠിപ്പിക്കും? ഒരു വാക്യം വായിച്ച ലേവ്യ പുസ്തകത്തിൽ വേഗത്തിൽ. നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും, കണ്ടോ, നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും. അപ്പൊ ദൈവം പറയാ, ദൈവഭയമുള്ളവൻ പ്രായമുള്ളവരെ കണ്ടാൽ അവരെ ബഹുമാനിക്കണം. ഇവിടെ പറയാ, നരച്ച തല, നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്നതിന്റെ ഒരു ലക്ഷണമാണ് പ്രായമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ ബഹുമാനിക്കുന്നത്. ഇതുവരെ ആർക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ആര് പഠിപ്പിക്കും? ആര് കാണിച്ചു കൊടുക്കും? നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനം, മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനം. ഇവിടെ നോക്കിയേ, നമ്മുടെ ആള് പഠിത്തക്കാരനാണോ പഠിത്തമില്ലാത്തവനാണോ, ജോലി വലുതാണോ ജോലി ചെറുതാണോ, ഇതൊന്നുമല്ല വിഷയം. നമ്മളെക്കാൾ ഒരു വയസ്സിനെങ്കിലും മൂത്തതാണെങ്കിൽ ആ ആളിനെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം. ആര് പഠിക്കണം? നമ്മൾ ആദ്യം പഠിക്കണം.
എന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരി പ്രായമുള്ളതായിരിക്കാം. നിങ്ങൾ അതിന് പകരം ജോലിക്കാരി ആകേണ്ടതല്ലായിരുന്നു. പക്ഷെ ദൈവകൃപയാലല്ലേ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടത്. അപ്പോൾ അവർക്ക് ദൈവം പറയുന്നു, നരച്ച ജോലിക്കാരൻ എന്ന് പറഞ്ഞില്ല, ആരാ മൂത്തത് അവരെ ബഹുമാനിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കണം. ഏത് ഭാഷയായാലും കൊള്ളാം, പ്രായമുണ്ടോ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരെ ബഹുമാനിക്കുവാൻ ഇപ്പോഴേ പഠിപ്പിച്ചിരിക്കണം. പ്രായം വിഷയമല്ല, അവരുടെ ക്വാളിഫിക്കേഷൻ വിഷയമല്ല. പക്ഷെ നമ്മുടെ ചുമതല എന്ന് പറയുന്നത് അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവരെവിടെ ചെന്നാലും അവനേക്കാൾ പ്രായമുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ അവൻ ബഹുമാനിച്ചിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. ഞാൻ യഹോവയാകുന്നു. അപ്പം നമ്മൾ നമ്മുടെ ഭവനത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ എവിടെ പോയാലും ഇത് ബഹുമാനിക്കും. ഇതിന്റെ പ്രയോജനം ആർക്കാ? ഇവന് തന്നെ ദൈവിക അനുഗ്രഹം വരും. നിങ്ങൾക്കറിയാമോ, ഒരു പ്രായമുള്ള പാവപ്പെട്ടവനെ കാണുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് അപ്പച്ച, അല്ലെ അച്ചായ, അല്ലെ അങ്കള് എന്ന് നിങ്ങൾ വളരെ ഉന്നത ഗിരിയിൽ ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിളിക്കുമ്പോൾ ആ പ്രായമുള്ള പാവപ്പെട്ട അച്ചായന്റെ ഹൃദയത്തിൽ ഒരു തണുപ്പടിക്കും. ഈ തണുപ്പ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറും. എത്ര പേർക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, മനസ്സിലാക്കിയാട്ടെ. പ്രായമുള്ളവരെ വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുന്നത് അവരെ പേര് വിളിക്കുന്ന കൾച്ചറാണ്. പക്ഷെ നമ്മൾ ആ കൾച്ചറുകാരല്ല. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പേര് വിളിപ്പിക്കരുതവരാണ്. നിങ്ങളുടെ വീട്ടിൽ പറയുമ്പോൾ മുതിർന്നാളിന്റെ പേരല്ല പറയേണ്ടത്, മുതിർന്നാളിനെ അങ്കിളെന്ന് ചേർത്ത് തന്നെ കുഞ്ഞുങ്ങളോട് പറയണം. അങ്ങനെ പറഞ്ഞെങ്കിലേ കുഞ്ഞുങ്ങൾ അത് പഠിക്കുകയുള്ളൂ. ആര് കാണിച്ചു കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ? ആര് കാണിച്ചു കൊടുക്കും? ഇന്ന് തൊട്ട് ട്രെയിൻ ചെയ്തു. ഇത് അന്ത്യകാലമാണ്. അതുകൊണ്ട് ട്രെയിൻ ചെയ്യേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്താൽ കുഞ്ഞുങ്ങൾ നടക്കേണ്ട വഴിയിൽ നടക്കും. ഇല്ല, കൈവിട്ട് പോയിട്ട് കിടന്ന് തത്തത്ത അടിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചാൽ കുഞ്ഞുങ്ങൾ നടക്കേണ്ട പോലെ നടന്നിരിക്കും. വായിച്ചാട്ടെ വീണ്ടും വേദപുസ്തകത്തിൽ നിന്ന് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ. അതിന് മുമ്പൊരു വാക്യം വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നിന്റെ ഈ വചനങ്ങൾ. അപ്പൊ കുഞ്ഞുങ്ങളെ അടുത്ത് പഠിപ്പിക്കുന്നത് വചനങ്ങൾ. ഒന്ന്, നമ്മൾ കാണിച്ചു കൊടുക്കുക. 2, കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം. പറഞ്ഞാൽ വചനം പഠിപ്പിക്കണം. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, വചനം പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ വീട്ടിൽ വചനം കാണാതെ പഠിപ്പിക്കണം. ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നു. റിൻസ, ഞാൻ പറഞ്ഞോട്ടെ, റിൻസിന്റെ മമ്മിയോട് റിപ്പോർട്ടല്ലോ. റിൻസ് എന്നോട് പറയുമായിരുന്നു, റിൻസ് ഒരു വാക്യം പഠിച്ചാൽ മമ്മി ഒരു കോഴിമുട്ട കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വാക്യങ്ങളെല്ലാം കാണാതറിയാം. അങ്ങനെയുള്ള ഒരു അമ്മ ഉണ്ടായതിനായി സ്തോത്രം. ശരിയല്ല ഞാൻ പറഞ്ഞു? എന്നോട് അവൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്യം അവൻ പഠിച്ചാൽ ആ അമ്മ ഒരു കോഴിമുട്ട കൊടുക്കും. അപ്പൊ അന്ന് കോഴിമുട്ട ഇവന് ഇഷ്ടമാണ്, ഇപ്പൊ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് അത് കിട്ടിയത് കാരണം, കോഴിമുട്ട കിട്ടിയത് കാരണം വാക്യം എടാ വേറെ ഒന്നിനുമല്ല ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. ദൈവ വചനം പഠിക്കുന്നതിന് ഗിഫ്റ്റ് കൊടുക്കുക, വചനം കാണാതെ പഠിക്കുന്നതിന് ഗിഫ്റ്റ് കൊടുക്കുക, ദൈവകാര്യത്തിൽ മുന്നോട്ട് വരുന്നതിന് ഗിഫ്റ്റ് കൊടുക്കുക. അപ്പം നിന്റെ കുഞ്ഞുങ്ങൾ നേരെ വഴിയിൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്കൂളിലെ പഠിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യം ദൈവവചനത്തിന് കൊടുക്കണം. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രണ്ടാമത്, ഒന്ന്, നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ബഹുമാനം കാണിച്ചു കൊടുക്കണം, താഴ്മ കാണിച്ചു കൊടുക്കണം, എളിമ കാണിച്ചു കൊടുക്കണം, ദരിദ്രനെ സഹായിക്കുന്നത് കാണിച്ചു കൊടുക്കണം, ദൈവദാസന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. അത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. 2, അവരെ വചനം പഠിപ്പിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. അടുത്തത്, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ വൈകിട്ട് വചനം ഉപദേശിച്ചു കൊടുത്ത എത്ര പേരുണ്ട് ഇവിടെ? നമ്മൾ കെണ്ടയ്ക്ക് വാരി വെച്ച് കൊടുത്തു, പിച്ച കൊടുത്തു, മറ്റേത് കൊടുത്തു, മറിച്ചത് കൊടുത്തു. പക്ഷെ വചനം കൊടുത്തോ? അവന്റെ ആത്മീക മനുഷ്യൻ പ്രതികൂലത്തിൽ അവൻ പിടിച്ചു നിൽക്കണമെങ്കിൽ, പ്രതിസന്ധികളിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ അവൻ ജയിക്കണമെങ്കിൽ അവനെ വചനം ഉപദേശിച്ചു കൊടുക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഇത് വാക്യമല്ലേ ഞാൻ പറയുന്നത്? കറക്റ്റ് വാക്യമല്ലേ? ആണോ അല്ലയോ? നിങ്ങളുടെ വേദപുസ്തകത്തിലെ വാക്യം തന്നെയല്ലേ? അടുത്തത് എഴുതിയേക്കുന്നത്, നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുക. വേറെ ഒന്നുമല്ല കുഞ്ഞിന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് എന്റെ ഉപദേശമല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉപദേശമാണ്. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? എപ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കണം? വീട്ടിൽ ഇരിക്കുമ്പോൾ. അവന്റെ മസിൽ കണ്ടോടാ, ഇവന്റെ അത് കണ്ടോടാ, ഇത് കണ്ടോടാ, അവരെ കണ്ടുപടിയണം എന്നല്ല പറയേണ്ടത്. എപ്പൊ വീട്ടിലിരിക്കുമ്പോ എന്താ കാണിക്കണം പിള്ളേരെ?
ആരൊക്കെ എന്ത് പറയും? ഞാൻ പറഞ്ഞതല്ലേ എന്റെ പൊന്നു സഹോദര, വീട്ടിൽ പോയി വെറുതെ ശാപം മേടിക്കരുത്. ഞാനല്ല പറഞ്ഞത്, ദൈവം പറഞ്ഞ. ഈ പുള്ളിക്ക് ഒരു പണിയില്ലെന്ന് വീണ്ടും വീട്ടിൽ പോയി പറയരുത്. പറഞ്ഞ പിള്ളേർ മുന്നേ പറയും, ആ പാസ്റ്റർക്ക് പണിയൊന്നുമില്ല പറഞ്ഞല്ലേ, പപ്പയല്ലേ പണ്ട് പറഞ്ഞത്. അപ്പൊ ഇവൻ കൈവിട്ടു പോകും. എന്തോ പറഞ്ഞേക്കുന്നത്? നീ വീട്ടിലിരിക്കുമ്പോ എന്നാ പറയണം? അതിനകത്ത് പറഞ്ഞത് സത്യമല്ലേ? അപ്പൊ നീ വീട്ടിലിരിക്കുമ്പോ ആരുടെയെങ്കിലും കാര്യമാണോ പറയേണ്ടത്? നീ വീട്ടിലിരിക്കുമ്പോഴും സൂയിൽ പോകുമ്പോഴും എന്തോ പറഞ്ഞു കൊടുക്കണം? അവിടെ കണ്ടാ കണ്ടോ, ഇതും ദൈവം ഉണ്ടാക്കിയാണോ, ഇതും ദൈവത്തിന്റെ സൃഷ്ടിയാണോ എന്ന് പറഞ്ഞു കൊടുക്കണം. വഴിയിലൂടെ പോകുമ്പോൾ നക്ഷത്രങ്ങളെ കാണുമ്പോൾ, നിനക്കറിയാമോ ഈ ദൈവം ഒരൊറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ ഇത്ര നക്ഷത്രങ്ങൾ ഉണ്ടാക്കി. ഈ ദൈവമാണ് നമ്മുടെ അപ്പൻ, ഇവന് കഴിയാത്ത വല്ല കാര്യമില്ലോടാ. കുഞ്ഞുങ്ങൾക്ക് ഇതങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൻ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ പറയും, ഞാൻ പണ്ട് കൈ പിടിച്ച് നടക്കുമ്പോൾ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ എന്റെ അപ്പൻ പറഞ്ഞു, മോനെ നീ നക്ഷത്രങ്ങളെ കണ്ടോടാ, ഈ നക്ഷത്രങ്ങളെ മുഴുവൻ നമ്മുടെ അപ്പൻ സൃഷ്ടിച്ചതാണ്, സൃഷ്ടിച്ച ദൈവത്തിനാണ് എന്നെ രക്ഷിക്കാൻ കഴിയാത്തത് എന്ന തോന്നൽ കുഞ്ഞിന്റെ ഹൃദയത്തിൽ. എന്തവർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒന്നുകൂടെ കൈയൊക്കെ അടിച്ച് സ്തോത്രം പറയാണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ എപ്പോഴൊക്കെ വചനം പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക്? ഒന്ന്, വീട്ടിലിരിക്കുമ്പോ മറ്റുള്ളവരുടെ നാട്ടുകാരുടെ കാര്യമല്ല പറയേണ്ടത്. വീട്ടിലിരിക്കുമ്പോ എന്താ പറയേണ്ടത്? വചനം. എടാ പോലെ നിനക്കറിയാമോ ഇത് യഹോവ നമ്മുടെ ഇടയിലാണ്. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അതിന് വചനം വായിക്കണ്ടായി. അപ്പൻ വചനം രാവിലെ 2 വാക്യം കാണാതെ പഠിക്കണം. എന്നിട്ട് പിള്ളേർക്കിട്ട് കൊടുക്കണം. അത് സ്തോത്രം. എന്നിട്ട് അപ്പനും മക്കളോട് ഡിസ്കഷൻ നടത്തണം. ഇവൻ ചോദിക്കുന്ന ചോദ്യം കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും. യൂത്ത് മീറ്റിംഗിൽ വിട്ടാൽ മതി, ഇവൻ വില്ലനാവും. തിരിച്ചു വന്ന് നമ്മളോട് ചോദിക്കും, നമ്മൾ വരേണ്ടി പോകും, ഇത് എവിടുന്ന് കിട്ടിയത് വിചാരിക്കും. അങ്ങനെ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ എന്ത് പറയണം? അപ്പൊ എവിടെ വരെയായി? അപ്പം നിന്റെ മക്കൾക്ക് അത് 6-ാം വാക്യം ഒന്ന് വിട്ട മോനെ, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ആയിരിക്കണം. വചനം എവിടെ ഇരിക്കണം? നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ഹൃദയത്തിലിരിക്കണം. ഇനി തലയെ കൈവച്ചിട്ട് തലയിലിരിക്കണം. വചനം അകത്തിരിക്കണം. ഈ വചനം ആർക്ക് കൊടുക്കണം? ഞാൻ ചോദിക്കട്ടെ, എന്റെ പൊന്നു സഹോദര, നിന്റെ ജീവിതകാലത്ത് ഇതുവരെ ഒരു വചനമേലും കുഞ്ഞിന് കൊടുത്തോ? ചോദിക്കുക, പിണങ്ങി ചോദിക്കുകയല്ല, ഹൃദയത്തിലെ വേദന കൊണ്ട് ചോദിക്കുക. ഈ തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ ചോദ്യം, അപ്പന്മാരെ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഒരു വാക്യമെങ്കിലും നിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? തിരിച്ചു ഇങ്ങോട്ടും. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് പ്രസംഗം ഇഷ്ടപ്പെടുന്നുണ്ട്? പ്രസംഗമല്ലല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്യല്ലേ. ഹല്ലേലൂയ. അപ്പം വീട്ടിൽ ഇത് നിന്റെ ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. എവിടെ ഇരിക്കണം? ഹൃദയത്തിലിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു. എന്നിട്ട് ആദ്യം നിന്റെ ഹൃദയത്തിൽ ഈ വചനം കയറണം. അത് കഴിഞ്ഞിട്ട് ആർക്ക് ഉപദേശിച്ചു കൊടുക്കണം? നാട്ടുകാരെ ഉപദേശിക്കാൻ ഭയങ്കര വിടുക, ഒരവസരം കിട്ടിയാൽ മൈക്കിട്ട് അടിക്കാൻ ഭയങ്കര കഴിവ. എന്നാൽ സ്വന്തം കുഞ്ഞുങ്ങളെ ഉപദേശിക്കാതെ ആർക്ക് ഉപദേശിച്ചു കൊടുക്കണം? ഓക്കെ, നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും പിന്നെ ഇതിന്റെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാ? നീ വീട്ടിലിരിക്കുമ്പോഴും. അതുപോലെ ഞാൻ രാവിലെ പറഞ്ഞ വചനം നീ ഓർക്കുന്നുണ്ടോ? ഉച്ചയ്ക്ക് ചോറുണ്ടോണ്ടിരിക്കുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മുടെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വീടിന്റെ സ്ഥിതി? കർത്താവ് പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടെ തീന്മേശയ്ക്ക് ചുറ്റും വരുന്നത് നാട്ടുകാരുടെ കുറ്റം പറയാതെ, വീട്ടുകാരുടെ കുറവ് പറയാതെ, പകരം ദൈവവചനം പറഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കുന്ന ആ രംഗം ഒന്ന് ഓർത്തു നോക്കി. അവൻ ഒരു വിഷമം, അപ്പോൾ ഒരു അമ്മ ഒരു വിഷമം പറയുമ്പോൾ ഉടനെ മോൻ പറയും, അമ്മേ നമുക്കായി കരുതുന്നതാകെയാ നമ്മുടെ സകല ചിന്താകളെ ഇട്ടുകൊള്ളാൻ ആ വചനം എന്നെ അപ്പനെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ എന്തിനാ ഭാരപ്പെടുന്നത്? അവന്റെ മേലോട്ട് ഇട്ട് കൊടുത്താൽ പോലെ എന്ന് മക്കളെ പറയുന്ന ഒരു കാലത്തിലേക്ക് സഭ ദൈവജനം അങ്ങനെ ആകട്ടെ. സ്തോത്രം, സ്തോത്രം. അവരുടെ സാമ്പത്തിക ബഹുത്വങ്ങളെ കുറിച്ചോ ഒന്നും പറയാനല്ല സഹോദര. ഞാൻ ദൈവവചനത്തിൽ ഇല്ലാത്ത ഒന്നും ഉണ്ടാക്കി പറയത്തില്ല. നിങ്ങൾ നോക്കുന്ന ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അവൻ ഇന്ന് കുഞ്ഞുങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ നിങ്ങൾ ആമേൻ ഈ വിഷയത്തിലൊന്നും മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ തലമുറകൾ നന്മയിൽ വരും. നീ പിന്നീട് ദുഃഖിക്കേണ്ട വരത്തില്ല. മക്കൾ നല്ല വഴിയിൽ എന്നറിയുന്നതിനേക്കാൾ അധികമായി എന്തുണ്ട് മാതാപിതാക്കളുടെ സന്തോഷം അവൻ ഒരു കല്ലുകുടി എന്നറിയുന്നതിനേക്കാൾ
അവനൊരു വ്യഭിചാരി, അല്ലെങ്കിൽ അവൻ മയക്കുമരുന്ന് അടിമ എന്നൊക്കെ അറിയുന്നതിനേക്കാൾ എത്രയോ നല്ലത് അവൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നു എന്നറിയുന്നത്. അവന്റെ യൗവനകാലം അവൻ ദൈവത്തെ അറിയണമെങ്കിൽ നീ അവനെ നടക്കുന്ന വഴി ട്രെയിൻ ചെയ്തിരിക്കണം. എപ്പോൾ ട്രെയിൻ ചെയ്യണം? ബാലനായിരിക്കുമ്പോൾ. അടുത്ത വാക്യം പറയുന്നത്, ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോൾ. മുമ്പ് ഞാൻ പറഞ്ഞു, വഴി നടക്കുമ്പോൾ എന്താ പറഞ്ഞു കൊടുക്കണം? വഴിയെ കൂടെ കണ്ടോടാ, കാറ് കണ്ടോടാ എന്നല്ല പറയേണ്ടത്. അവനെ അവിടെ കുഞ്ഞെ രാവിലെ പറഞ്ഞ വചനം നീ മറന്നു പോകരുത്. ദിവസവും 2 വചനമെങ്കിലും കൊച്ചിൻ്റെ അകത്ത് കയറ്റി വിട്ടിരിക്കണം. കരം ഉയർത്തി ഇങ്ങനെ കാണിച്ചൊരു സ്വത്രം പറഞ്ഞേ. ഞാനങ്ങ് പോവാ, നിങ്ങൾ ടാറ്റ പറഞ്ഞില്ലേ. വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും. അപ്പൊ കിടക്കുമ്പോൾ രാത്രിയിൽ എന്നാ പറഞ്ഞു കൊടുക്കണം? എടാ സിംഹം വരൂടാ, കടിച്ചു കയറി കിടക്കട എന്നല്ല പറയണ്ടേ. എടാ ദൈവവചനം പറഞ്ഞു കൊടുക്കേ, വചനത്തിലെ കഥകൾ പറഞ്ഞു കൊടുക്കേ. നിനക്കറിയാമോ ജോസഫ് ആരായിരുന്നു? നിനക്കറിയാമോ ജോസഫിന്റെ കഥ? നിനക്കറിയാമോ ജോസഫ് രക്ഷപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. സിംഹത്തിന്റെ ഉള്ളിൽ ദാനിയേലിനെ വിടുവിച്ച കഥ പറഞ്ഞു കൊടുക്കണം. അവൻ രാത്രി ഇത് കേട്ടുറങ്ങട്ടെ, അവൻ രാത്രിയിലെ സ്വപ്നങ്ങൾ കാണട്ടെ. അവന് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവൻ പറയും, സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേലിനോട് ഇറങ്ങി വന്നത് ദൈവം എനിക്കുണ്ടെന്ന് എന്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉപദേശി പറഞ്ഞിട്ടല്ല അവൻ പറയുന്നത്. അവൻ പറയും, എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ ബഹുശയ ഇസ്രായേലിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആ വെല്ലോരുടെ ദൈവം എന്ന് പറഞ്ഞത് അബ്രഹാമിന്റെ ദൈവം, ഞങ്ങളുടെ അപ്പന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, ഞങ്ങളുടെ യാക്കോബിന്റെ ദൈവം, ഞങ്ങളുടെ അപ്പന്റെ ദൈവം എന്ന് പറഞ്ഞ് വിളിക്കാനാ പറയും. നിന്റെ കുഞ്ഞുങ്ങളും പറയണം, എന്റെ അപ്പന്റെ ദൈവം, എന്റെ അമ്മയുടെ ദൈവം, എന്റെ അപ്പന്റെ ദൈവം, എന്റെ അപ്പ പഠിപ്പിച്ചത്, എന്റെ അമ്മ പഠിപ്പിച്ചത് എന്ന് നിന്റെ കുഞ്ഞുങ്ങൾ പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സഭ വരട്ടെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോൾ, പിന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ എഴുന്നേൽക്കുമ്പോഴും അതേക്കുറിച്ച് സംസാരിക്കുകയും വേണം. അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കേണ്ട സമയങ്ങൾ എപ്പോഴൊക്കെയാണെന്ന് പറഞ്ഞു? വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അതേക്കുറിച്ച് സംസാരിക്കുക. വചനം അനുസരിച്ചാൽ നഷ്ടമൊന്നും വരത്തില്ലെന്നവർ. വചനം അനുസരിച്ചാൽ നഷ്ടമൊന്നും വരത്തില്ല. വചനം അനുസരിച്ചാൽ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇത് അനുസരിക്കണം. നിങ്ങൾക്ക് വേണേ അനുസരിച്ചാൽ മതി. വചനമാ ഇത് പറയുക എന്നുള്ള ജോലി എൻ്റെ. അനുസരിക്കണോ വേണ്ടായോ എന്നുള്ളത് ഒരു കാര്യമുണ്ട്. സുവാർത്തയിൽ വരുന്നവരുടെ ന്യായവിധി ഭയങ്കര ശക്തിയുള്ളതായിരിക്കും. കാരണം വചനം കൂടുതൽ പറയുന്നിടത്ത് കൂടുതൽ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ നമ്മളിത് പഠിപ്പിക്കുമ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴികെട്ടി പോയ കർത്താവ് ചോദിക്കും, എടാ അന്ന് ആ ഉപദേശി വെള്ളച്ചട്ടമൊക്കെ ഇട്ട് വന്ന് സാധ്യതല്ലേ, അന്നേരം നീ മനസ്സിൽ ഒരു പുഞ്ചിരിയോടെ കൂടെ പുള്ളിക്ക് പണിയൊന്നുമില്ല പറയുക എന്ന് പറയും. പക്ഷേ ഇപ്പം നീ അനുഭവിക്കല്ലേ. 8-ാം വാക്യം, അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അയ്യോ, അവയെ അടയാളമായി എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? വചനം മാറിപ്പോകാൻ പാടില്ല. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിന്റെ വീടിന്റെ കട്ടളകളിൽ മേലും പടിവാതിലുകളിൽ മേലും എഴുതണം. ഇതെന്തോ എഴുതണമെന്നാ പറഞ്ഞേക്കുന്നത്? പിണങ്ങല്ലേ? എന്തോ എഴുതണം? അവയെ നിന്റെ വീട്ടിന്റെ കട്ടളകളിൽ മേലും പടിവാതിൽ മേലും എന്തോ എഴുതണം? ദൈവവചനം. അതിനാ കലണ്ടർ അടിച്ചെന്ന്. എന്നോ എഴുതണം. എന്നാ എഴുതണം? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വചനം ഒന്ന് വായിക്കണമെങ്കിൽ ആ കലണ്ടറിലോട്ട് നോക്കിയാൽ പോരെ. സ്തോത്രം. വചനം വീടിനകത്ത് എഴുതി വെക്കണം. ഇത് നിന്റെ കുഞ്ഞുങ്ങൾ കാണട്ടെ. 6 മാസം കൊണ്ട് ഇതിന്റെ കാണാൻ പഠിക്കും. ഇത് കഴിയുമ്പോൾ അടുത്ത വചനം എഴുതി വെക്കണം. അല്ലെങ്കിൽ എവിടുന്നേലും നല്ല ഫോട്ടോ മേടിച്ച് ഫ്രെയിം ചെയ്ത് വെക്കണം. കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ. ഇത് കർത്താവ് ചുമ്മാതെ പറഞ്ഞല്ലേ ബ്രദറെ, ഇതൊക്കെ ഈ കാലഘട്ടം കണ്ടുകൊണ്ട് ദൈവം വിളിച്ചു പറഞ്ഞതാ. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുന്നതല്ല ഭിത്തിക്ക് വെക്കേണ്ടത്. ഇവിടെ പറയാ, അവയെ നിന്റെ വീട്ടിന്റെ കട്ടളകളിൽ മേലും, ഏതിനെ? വചനത്തെ. കട്ടളകളിൽ മേലും പടിവാതിലുകളിൽ എഴുതണം. ആര് പറഞ്ഞു? ജനറൽ പാസ്റ്റർ അല്ല. ആരാ പറഞ്ഞത്? ഉറക്കെ പറ. ദൈവം പറഞ്ഞതാ. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കരം ഉയർത്തി സ്വതന്ത്രം ചെയ്തേ. അവൻ പറഞ്ഞതനുസരിക്കണം. നല്ല വീടൊക്കെ അങ്ങോട്ട് വെക്കുമ്പോൾ വീടിനകത്തൊക്കെ നല്ല ഇന്റീരിയർ ചെയ്യിക്കുമ്പോൾ ആ ഇന്റീരിയർകാരനെ വിളിച്ചിട്ട് പറയണം, കുഞ്ഞെ നല്ല വചനങ്ങൾ ഫ്രെയിം ചെയ്ത് ഞങ്ങളുടെ വീടിനകത്തൊക്കെ കയറുന്നു ഇറങ്ങുന്നുണ്ട്. അതാ നിന്റെ വീട്ടിൽ കയറിയിരിക്കുന്നവൻ ചിന്തിക്കട്ടെ, വാലസിംഹങ്ങൾ കില കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കും നന്മയ്ക്ക് കുറവില്ല എന്നുള്ള നിന്നെ ഒന്ന് നോക്ക്. പിന്നെ അവൻ വായിക്കും. നിനക്കൊരു കുറവ് ഒരിക്കലും വരത്തില്ല. കാരണം നിന്റെ വീടിനകത്ത് വചനം വായിക്കട്ടെ. എഴുതി വെച്ച് കഴിഞ്ഞാൽ വായിച്ചിരിക്കും. നിന്റെ കുഞ്ഞുങ്ങളത് കാണാതെ പഠിച്ചിരിക്കും. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതാ. ഇത് കർത്താവ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. സ്തോത്രം. അടുത്ത വാക്യം, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് മതി. അപ്പൊ അവിടെ വരെ എത്തിയല്ലോ. അപ്പം വചനം പറഞ്ഞ വചനം ഒന്ന് നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കണം. 2 വചനത്താൽ വചനം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. 1-2 കാര്യങ്ങളോട് വേഗത്തിൽ പറയാം. 2 തെറ്റ് ചെയ്താൽ കറക്റ്റ് ചെയ്യണം. തെറ്റ് ചെയ്താൽ കറക്റ്റ് ചെയ്യണം.
തെറ്റിയതെ കറക്റ്റ് ചെയ്യണം. അവൻ്റെ തെറ്റാണെങ്കിലും ആരുടെ തെറ്റാണെങ്കിലും നമ്മുടെ കുഞ്ഞിനെ നമ്മൾ വഴക്ക് പറഞ്ഞിരിക്കണം, അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. നിങ്ങൾക്കറിയാവുന്ന ഒരു കഥ ഞാൻ ഒന്നുകൂടെ പറയാം. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും. പണ്ട് ഒരു കൊലപാതക കേസിൽ, അല്ല വലിയൊരു മോഷണ കേസിൽ, ഒരു മോഷണ കേസിൽ പ്രതിയായി കൊലപാതകനായി ഈ വ്യക്തിയെ ജഡ്ജി വിധിച്ചു, മരണശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞപ്പോൾ ജഡ്ജി ചോദിച്ചു, നിന്റെ അന്ത്യ അഭിലാഷം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വരാൻ എനിക്ക് എൻ്റെ അമ്മയെ കണ്ടു ഉമ്മ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അമ്മ വന്ന്, അറിയാവുന്നവർ എത്ര പേരുണ്ട്? അമ്മ വന്നു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നതിന് പകരം അമ്മയുടെ ചെവി കടിച്ചു പറിച്ചു. ചോദിച്ചു, എന്നാ ഇവ അമ്മയുടെ ചെവി കടിച്ചു പറിച്ചത്? വേഗത്തിൽ പറയുക, ഉടനെ പറയുക, ആദ്യം ഞാൻ അപ്പുറത്തെ വീട്ടിലെ പാവയ്ക്ക പറിച്ചുകൊണ്ട് വന്ന് കൊടുത്തപ്പോൾ അമ്മ എന്നെ കറക്റ്റ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ചക്ക പറിച്ചു, അന്നേരം അമ്മ കറക്റ്റ് ചെയ്തില്ല. അപ്പുറത്തെ അവൻ്റെ പോക്കറ്റിൽ കിടന്ന സാധനം എടുത്ത് വീട്ടിൽ കൊണ്ട് കൊടുത്തപ്പോൾ അമ്മ കറക്റ്റ് ചെയ്തില്ല. അന്ന് അമ്മ എന്നെ കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ കഴിമരം എൻ്റെ കഴുത്ത് വീഴത്തില്ലായിരുന്നു. അതുകൊണ്ട് നിന്റെ കുഞ്ഞിനെ നടക്കേണ്ടുന്ന വഴിയും നീ അഭ്യസിപ്പിച്ചോണം. അവസാനമായി ഒരു കാര്യമാണ്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉറക്കെ സ്വന്തം പറഞ്ഞേ. ഞാൻ എങ്ങനെയൊക്കെയോ 4 പോയിന്റ് പറഞ്ഞതാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കണം? ആമേൻ. എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിരത്തി നിർത്തി, ആമേൻ, കൂടുതൽ കുഞ്ഞുങ്ങളുള്ളവർക്കായി സ്തോത്രം, കൂടുതൽ കുഞ്ഞുങ്ങളെ നിരത്തി നിർത്തി തലയോട്ട് കൈവച്ചിട്ട്, ആമേൻ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ യഹോവേ, ഇവനെ അനുഗ്രഹിക്കണമേ. നിന്റെ കയ്യിൽ നിന്ന് പെയ്യുന്ന മഴ ഈ ലോകത്തിലെ ബെന്നിഹിന്റെ കയ്യിൽ നിന്ന് പെയ്യുന്നതിനേക്കാളും റിനാഡ് ബോങ്കയുടെ കയ്യിൽ നിന്ന് പെയ്യുന്നതിനേക്കാളും ഏറ്റവും വലിയ അനുഗ്രഹം നിന്റെ കയ്യിൽ നിന്നും അവന്റെ ശിരസിലേക്ക് വീഴുന്ന അനുഗ്രഹമാണ്. അത് ദിവസവും അനുഗ്രഹിക്കണം. തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ചായ അതിന് പ്രത്യേകിച്ച് ഓർഡിനേഷൻ വേണ്ട, അച്ചായ അതിന് പ്രത്യേകിച്ച് പള്ളി സ്റ്റേജ് വേണ്ട. നിന്റെ കുഞ്ഞിനെ തലയെ കൈവെക്കാൻ ആരും നിന്നെ ഓടയും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം നിനക്ക് കുഞ്ഞിനെ തന്നത് അവന്റെ അപ്പനായിട്ടാണെങ്കിൽ അവനെ നിന്നെ ഓടയും ചെയ്യാൻ വിട്ടേക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. കേട്ടില്ലെങ്കിൽ നാളെ യൂട്യൂബിൽ കേട്ടോളൂ. നിന്റെ കുഞ്ഞിന്റെ തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇവൻ അബ്രഹാമിനെ പോലെ വിശ്വാസമുള്ളവനായി തീരട്ടെ. കർത്താവേ, ഇവൻ ഇസ്ഹാക്കിനെ പോലെ അനുസരണമുള്ളവനായി തീരട്ടെ. കർത്താവേ, ഇവൻ ദാവീദിനെ പോലെ ആരാധിക്കുന്നവനായി തീരട്ടെ. കർത്താവേ, ഇവൻ ജോസഫിനെ പോലെ വിശ്വസ്തനായി തീരട്ടെ. കർത്താവേ, ഇവൻ ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്നവനായി തീരട്ടെ. കർത്താവേ, ഇവൻ പൗലോസിനെ പോലെ തീഷ്ണതയുള്ളവനായി തീരട്ടെ. കർത്താവേ, ഇവൻ യേശുവിനെ പോലെ ചെയ്യുന്നവനായി തീരട്ടെ. നീ വാഗ്ദാനം പ്രാർത്ഥിക്കുക, നിന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയായി തീരും. ആമേൻ. നീ അങ്ങനെ വാഗ്ദാനം പ്രാർത്ഥിക്കുക, നിന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയായി തീരും. ആമേൻ. പെൺകുഞ്ഞുങ്ങളാണോ ശ്രദ്ധിച്ചോട്ടെ. തലയോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇവൻ മസാലയെ പോലെ വിശ്വാസമുള്ളവരായി തീരട്ടെ. ഇവൻ റബേക്കയെ പോലെ ആയിത്തീരട്ടെ. ഇവൻ ദെബോരയെ പോലെ ആയിത്തീരട്ടെ. ഇവൻ എസ്തേറിനെ പോലെ പ്രാർത്ഥിക്കട്ടെ. ഇവൻ ഹന്നയെ പോലെ കരയട്ടെ. ഇവൻ ആമേൻ ഫിലിപ്പിന്റെ മക്കളെ പോലെ പ്രവചിക്കട്ടെ. ഇവൻ തബീതയെ പോലെ ആകട്ടെ. അങ്ങനെ അങ്ങോട്ട് വിളിച്ചു പറയണം, ഇടയ്ക്കിടയ്ക്ക് പറയണം, അവൻ അങ്ങനെ ആയിത്തീരട്ടെ. വലിയ ദൈവദാസന്മാരുടെ പേരുകൾ പറഞ്ഞിട്ട് വിളിച്ചു പറയണം. വിശ്വാസത്തിൽ ഏറ്റുപോകാത്തവർ പേര് പറയും, വിളിച്ചു പറയും. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. ചുമതല അപ്പൻ്റെ അമ്മയുടെ അല്ല. അപ്പൻ കൈവച്ച് പ്രാർത്ഥിക്കുക. നീ തലമുറ കൈവിട്ട് പോകത്തില്ല. വിശ്വസിക്കുന്നവർ ഒന്നോട് കൈയടിച്ച് ഹല്ലേലൂയ. തിമോഥെയോസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വന്ന അനുഗ്രഹമായെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ആമേൻ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി, ലോകത്തിലെ വലിയ ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് വലുത്. കൈവച്ച് തന്നെ പ്രാർത്ഥിക്കണം ബ്രദറെ. കയ്യിലൊരു അഭിഷേകമുണ്ട്. നീ കുഞ്ഞിന്റെ അപ്പന്റെ മേലും അധികാരമുണ്ട്. ആ അധികാരത്തോടെ നീ കൈവച്ച് അനുഗ്രഹിക്കണം. സ്വത്രം സ്വത്രം. അവസാനമായി വായിച്ചാണ് 1 തീമോഥെയോസ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. എന്ന് പറയട്ടെ, അന്ത്യകാലം കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്ന കർത്താവ് വരുമെന്ന്? കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. ഈ കാരണം ഒത്തിരി നാളായിട്ട് കർത്താവിന്റെ വരവ് പറയാത്തതുകൊണ്ട് ഈ പോക്കും വരവും കാണുമ്പോൾ എനിക്കൊരു സംശയം, നിങ്ങളത് മറന്നുപോയോ? ഓക്കെ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. എന്നറിയാമോ? വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ പ്രയാസമുള്ള സമയം വരാൻ പോവാ. അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. ദുർഘട സമയങ്ങൾ പറഞ്ഞാൽ ദുർഘട സമയങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ പണ്ട് കോളേജിൽ പഠിച്ച, നമ്മൾ പഠിച്ച കാലഘട്ടം ഇന്നിപ്പം. ഞാൻ പഠിച്ച കാലഘട്ടമല്ല, നിങ്ങൾ പഠിച്ച കാലഘട്ടമല്ല, നിങ്ങൾ അപ്പച്ചന്മാർ പഠിച്ച കാലഘട്ടം. ആ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയ, മറ്റേ മീഡിയ, മറിച്ച മീഡിയ, എല്ലാ മീഡിയകളും എന്തൊക്കെയാണ്? ഇൻസ്റ്റാഗ്രാം, എല്ലാ ഗ്രാമങ്ങളും ഉണ്ട്. എല്ലാ ഗ്രാമങ്ങളും കുഞ്ഞുങ്ങളെ നാശത്തിലേക്ക് നയിക്കുക. വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇവൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വേണ്ടാത്തത് വരുന്നു, ഇവന്റെ മൊബൈലിലേക്ക് വീഡിയോ വേണ്ടാത്തത് വരുന്നു. ഇതിനകത്തൊക്കെ എങ്ങനെ രക്ഷപ്പെടും? അതാണ് വേദപുസ്തകം പറഞ്ഞ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ ഓർക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെപ്പോഴും വിചാരിക്കും എൻ്റെ കുഞ്ഞ്. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും ഉദാഹരണം പറയും. നിങ്ങളെ ഞാൻ എന്നാ ചെയ്തിട്ട് എൻ്റെ മമ്മിയോട് പറയാം, മമ്മി സമ്മതിക്കത്തില്ല. മമ്മി പറയാം, അവൻ എൻ്റെ മകന്, അവനങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. കാരണം അമ്മമാരുടെ വിശ്വാസമുള്ള. പക്ഷെ ആ വിശ്വാസത്തിലൊന്നുമല്ല കുഞ്ഞുങ്ങളിപ്പോൾ വളരുന്നത്. പക്ഷെ നിനക്ക് ദൈവവും നിന്റെ കുഞ്ഞും നീയുമായിട്ട് ഒരു പെർഫെക്റ്റ് ബന്ധമുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞ് വഴിതെറ്റി പോകുന്നതേയില്ല.
സ്വതം അന്ത്യകാലത്ത് എന്ന് വരും, ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും അപ്പം കുറെ കാര്യങ്ങൾ അവിടെ പറയുക. സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. ഇങ്ങനെ ഒരു വലിയ കഥ പറയുക പൗലോസ് അപ്പോസ്തലൻ. അന്ത്യകാലത്തിൽ ലക്ഷ്യമല്ല, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ വിളിച്ചു പറയണം, നമ്മുടെ തലമുറകൾ കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ. വീണ്ടും വായിച്ചാട്ടെ ഈ സദൃശവാക്യത്തിൽ നിന്നും ആ വായിച്ച വാക്യം 22 അതോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുക. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. പറഞ്ഞിട്ട് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ. ഇന്ന് ഞാനൊരു ചെറിയ ട്രെയിനിങ് നിങ്ങൾക്ക് തന്നു. നിങ്ങൾ എന്നെക്കാളും പ്രായമുള്ള മാതാപിതാക്കൾ, എന്റെ കുഞ്ഞുങ്ങളെക്കാൾ പ്രായമുള്ള കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ട്. പക്ഷെ ഞാൻ എന്റെ കർത്താവിനോട് ഇതിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല, അതിനുള്ള കഴിവോ അതിനുള്ള പാണ്ഡിത്യമോ വിദ്യാഭ്യാസമോ എനിക്കില്ല. പക്ഷെ കർത്താവിനോട് ഇത് സംസാരിക്കണം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകാൻ പാടില്ല. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാ. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് നിന്നത് അവന്റെ ഇഷ്ടപ്രകാരം. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് മാറിപ്പോവുകയില്ല. അവൻ വെൽ ട്രെയിൻഡ് ആണെങ്കിൽ, അവൻ വെൽ പ്രാക്ടീസ്ഡ് ആണെങ്കിൽ, വചനത്തിൽ അവൻ ഉറപ്പുള്ളവനാണെങ്കിൽ, അവൻ അടിയുറച്ചു നിൽക്കുന്നതാണെങ്കിൽ, അവൻ ലോകത്തിന്റെ ഫാഷന്റെ പുറകെ പോകത്തില്ല. അവൻ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങനെ പോകാൻ പോകത്തില്ല. അവൻ പറയും, എനിക്ക് ഒരു ന്യായപ്രമാണമുണ്ട്, എന്റെ അപ്പൻ പഠിപ്പിച്ച ഒരു ചട്ടം എനിക്കുണ്ട്, എന്റെ അമ്മ പഠിപ്പിച്ച ഒരു വിധ എനിക്കുണ്ട്. ദാനിയേലേ, നിന്നോട് ഞാൻ ദാനിയേലിനോട് ചോദിക്കുക, ദാനിയേലേ, ആ ദേശത്ത് ചെന്നപ്പോൾ എന്തുകൊണ്ടാ നീ അവരിൽ നോക്കി വ്യത്യസ്തനായിട്ടുള്ളത്? പറഞ്ഞു, എനിക്കൊരു പ്രമാണമുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ദാനിയേലിന്റെ വീട്ടുകാർ ദാനിയേലിന്റെ പ്രമാണം പഠിപ്പിച്ചു. തീമോഥെയോസ് പറയും, എന്റെ അമ്മ, എന്റെ വല്യമ്മ എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കോളേജുകളിലും ഹോസ്റ്റലുകളിലും സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അവരും വിളിച്ചു പറയട്ടെ, എന്റെ അപ്പന്റെ ഒരു വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൻ പഠിപ്പിച്ച വചനം എന്റെ മനസ്സിൽ കിടക്കുമ്പോൾ, അവൻ മദ്യം അവൻ കുപ്പിയിൽ നിന്ന് ഗ്ലാസിലേക്ക് ഒഴിച്ചു നിൽക്കുമ്പോൾ, ഇത് തിളങ്ങി നിൽക്കുമ്പോൾ അറിയാതെ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾ അട്രാക്റ്റഡ് ആയി പോകും. എന്നാൽ ഈ സദൃശവാക്യം അവനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയും, ഇത് അവന് പോലെ കൊത്തും, ഇത് സർപ്പം പോലെ ചീറ്റുന്നത് എന്റെ അപ്പൻ എന്റെ വചനത്തിൽ പഠിപ്പിച്ചത് കൊണ്ട് ഇത് തൊടാൻ എനിക്ക് പറ്റത്തില്ല. അവൻ ദോഷമായ ഒരു സ്ത്രീയെ നോക്കുക, ഒരു പുരുഷനെ നോക്കുക, നിന്റെ കുഞ്ഞിന്റെ കണ്ണ് പോകുമ്പോൾ അവൻ പറയും, എന്റെ അപ്പനും അമ്മയും പഠിപ്പിച്ച വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സ്ത്രീയെ നോക്കുന്നവൻ പാപം ചെയ്യും, അതുകൊണ്ട് ഞാൻ പാപത്തിലേക്ക് പോകത്തില്ല. നീ പഠിപ്പിച്ച വചനമൊക്കെ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം തീരുമാനിക്കണം. നീ പഠിപ്പിച്ച MBBS അല്ല, നീ പഠിപ്പിച്ച എഞ്ചിനീയറിംഗ് അല്ല, നീ പഠിപ്പിച്ച മറ്റൊന്നുമല്ല. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. നിന്റെ കുഞ്ഞിനെ നീ വചനത്തിൽ ഉറപ്പിച്ചിട്ടുണ്ടോ, അവന്റെ ഭാവി സുരക്ഷിതം. പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. എന്തായി തീരും അവൻ? അവൻ വൃദ്ധനായാലും അവൻ അത് വിട്ടുമാറുകയില്ല. ദാനിയേല് പരദേശ പ്രയാണത്തിൽ പരദേശവാസിയായിട്ട് താമസിക്കുമ്പോഴും ദാനിയേല് പറഞ്ഞു, രാജാവിന്റെ ആഹാരം കൊണ്ടോ ഇവിടുത്തെ ഒന്നുകൊണ്ടും ഞാൻ എന്നെ അശുദ്ധനാക്കത്തില്ല. കാരണം ട്രെയിനിങ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ചർച്ച വിടണം, കുഞ്ഞുങ്ങളെ ബൈബിൾ സ്റ്റഡിക്ക് വിടണം, കുഞ്ഞുങ്ങളെ ബൈബിൾ പഠിപ്പിക്കാൻ പറ്റുന്ന മാർഗത്തിലൊക്കെ ബൈബിൾ പഠിപ്പിക്കണം. വചനമകത്തുണ്ടെങ്കിൽ ഉറക്കെ പറ, വചനത്തിന് ശക്തിയുണ്ട്. ഒന്നിനെ പറഞ്ഞ്, വചനത്തിന് ശക്തിയുണ്ട്. വചനം നിന്റെ വീട്ടിൽ പറയുന്നതും നിന്റെ കുഞ്ഞുങ്ങൾ ഉരുവിടുന്നതും ചുമ്മാതല്ല, ഇത് ശക്തിയുണ്ട്. ഈ ശക്തിയായി ഇന്ന് എന്നെ ഇവിടെ നിർത്തിയതെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിർത്തട്ടെ. വചനത്തിന് ശക്തിയുണ്ട്. നീ പറയുന്ന വചനത്തിന് ശക്തിയുണ്ട്. നിന്റെ വീട്ടിൽ പറയുന്ന വചനത്തിന് ശക്തിയുണ്ട്. നിന്റെ കുഞ്ഞുങ്ങൾ കേൾക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. നിന്റെ വീട്ടിൽ ഏറ്റുപറയുന്ന വചനത്തിന് ശക്തിയുണ്ട്. ഇവിടെ കേൾക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കണ്ണുകളച്ചാട്ടെ, പ്രാർത്ഥിച്ച കർത്താവ് ഒരു നല്ല മാതാവും ഒരു നല്ല പിതാവുമാക്കി എന്നെ മാറ്റണം. കർത്താവ് കണക്ക് ചോദിക്കുന്നു, നിനക്ക് 3 തന്നു, 2 തന്നു, 1 തന്നോ, 4 തന്നു, 8 തന്നോ, 10 തന്നു, അതൊരു വിഷയമല്ല. തന്നതിന്റെ കണക്ക് കർത്താവ് ചോദിക്കും. അവൻ 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 നമ്മൾ സങ്കീർത്തനക്കാരൻ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവൻ ആ നഗരവാതിക്കൽ അവൻ ആവനാഴിയിൽ, ആ വാക്യം നിന്നിട്ട് പോലെ സങ്കീർത്തനം 127 വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. കണ്ണടച്ച് കേട്ടാട്ടെ, വേദോസ്വന്തം തുറക്കട്ടെ, കണ്ണടച്ച് കേട്ടാട്ടെ. അവയെ കൊണ്ട് വീരന്റെ കയ്യിലെ അസ്ത്രം ദുഷ്ടന്റെ നേരെ തീയമ്പുകളായി പായിക്കേണ്ടതാണ് നിന്റെ കുഞ്ഞുങ്ങൾ. സ്തോത്രം. അതാണ് അസ്ത്രം. സഹോദര, കണ്ണടച്ച് കേക്ക്. നിന്റെ കുഞ്ഞുങ്ങളെ നടക്കേണ്ടത് വഴി നടത്തണം, പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കണം, ആരാധനയ്ക്ക് വിടേണ്ട സമയത്ത് ആരാധനയ്ക്ക് വിടണം. അതിന് നീ പ്രാധാന്യം കൊടുക്കണം. നീ എവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അവിടെ നിന്റെ തലമുറ ഇമ്പോർട്ടൻസ് കൊടുക്കും. നിന്റെ തലമുറയെ കുറിച്ച് ദൈവവചനം പറയുന്നത്, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു നിന്റെ മക്കൾ. നിന്റെ മക്കളെ കുറിച്ച് തലകുനിക്കാൻ ഇടവരരുത്. നിന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൽ പോയി നിന്ന് സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിക്കാൻ ഇടവരരുത്. അമ്മ കോളേജിൽ നിന്ന് ടീച്ചർ വിളിപ്പിക്കാൻ ഇടവരരുത്. നാട്ടുകാർ പറയാൻ ഇടവരരുത്. ഇന്ന് നീ ട്രെയിൻ ചെയ്യേ.
നടത്തേണ്ടത് വഴി നടത്ത്. അവൻ തോന്നിച്ചതിന് പുറകെ പോകത്തില്ല, തോന്നിച്ചതിനെ കണ്ട് ഇഷ്ടപ്പെടത്തില്ല. അവൻ നടത്തേണ്ട വഴി നടത്ത്. അവൻ നിൽക്കേണ്ടടുത്ത് നിൽക്കും, അവൻ നീ പറയുന്നിടത്ത് നിൽക്കും. ഇന്ന് വചനം കൊണ്ട് കുഞ്ഞുങ്ങളെ നിറയ്ക്കേ. അവൻ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അടുത്ത വാക്യം കണ്ണു കളിച്ച് കേട്ടത്, അവരെ കൊണ്ട് തന്നെ ആവനാഴിക നിറച്ചിരിക്കുന്ന വല്ല കുഞ്ഞുങ്ങളെ കൊണ്ട്, എങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടും അല്ല. ഹല്ലേലൂയ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ ആയിരിക്കണം എന്റെ കുഞ്ഞ്. പിശാചിന്റെ കുഞ്ഞിനെ കാണുമ്പോൾ പറയും ഇവനെ തൊടാൻ പറ്റത്തില്ല. ഇവനൊരു ഹോസ്റ്റലിൽ കയറിയാൽ ആ ഹോസ്റ്റലിൽ പിശാചിന് ഇടം കൊടുക്കാൻ പാടില്ല. ഇവൻ എവിടെ ചെന്നാലും പിശാച് പറഞ്ഞു ഇവനെ തൊടാൻ കഴിയുകയില്ല, ഇവന്റെ കൂടെ നിൽക്കുന്നതിനെ തൊടാൻ കഴിയത്തില്ല. അതുപോലെ ഉള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്ന ഒരു തലമുറ ഇവിടെ എഴുന്നേറ്റ് വരട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ 4 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഒന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മോഡൽ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. 2 പറഞ്ഞു വചനം കൊണ്ട് നിറയ്ക്കണം. 3 പറഞ്ഞു കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ചെയ്യണം. 4 പറഞ്ഞു അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ 4 കാര്യങ്ങൾ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷെ ചെയ്യുന്നുണ്ടാകാം. പ്രാർത്ഥിച്ചാണ് കർത്താവിനോട്, കർത്താവ് ഒരു നല്ല പിതാവാകുവാൻ, കർത്താവ് ഒരു നല്ല മാതാവാകുവാൻ. ഒന്ന് കണ്ണുനീരൊഴുക്കി എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് കരഞ്ഞാട്ടെ. കർത്താവെ നല്ല കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ, കർത്താവിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ ഒരു ഗ്രഹാം സ്റ്റെയിൻ എഴുതിപ്പിക്കുവാൻ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. കർത്താവേ എന്റെ കുഞ്ഞിനെ വളർത്തുവാനുള്ള വിവേകം എനിക്ക് തരണമേ, എന്റെ കുഞ്ഞിനെ വളർത്തുവാനുള്ള ജ്ഞാനം എനിക്കൊന്ന് തരണമേ. പ്രിയപ്പെട്ടവരെ, ഞാൻ വേറെ ഒന്നുമല്ലല്ലോ പറയുന്നത്. ദയവായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ ഹംബിളി റിക്വസ്റ്റ് ചെയ്യുക, ഒന്ന് പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങൾ കൈവിടപ്പെട്ടു പോകരുത്. ഈ കാലഘട്ടത്തിന് അനുരൂപരായി പോകരുത്, ഈ ലോകത്തിന് അനുരൂപരായി പോകരുത്, ഈ ഫാഷൻ അനുരൂപരായി പോകരുത്. പിശാചിന്റെയാണ് ഫാഷൻ, പിശാചിന്റെയാണ് മോഡിഫിക്കേഷൻ, പിശാചിന്റെയാണ് ബ്യൂട്ടിഫിക്കേഷൻ. ഇതെല്ലാം പിശാചിന്റെ വകയാണ്. അതിന്റെ തിരിച്ചറിവ്, അത് തിരിച്ചറിഞ്ഞ് നീ വളർത്തണം കുഞ്ഞുങ്ങളെ. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്ന കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ. അതിനൊരു കൃപ ചോദിച്ചേന്ന്, അതിനൊരു അഭിഷേകം ചോദിച്ചേ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. നിന്നെ കണ്ടുപിടിക്കട്ടെ. കർത്താവെ എനിക്കൊരു റോൾ മോഡലാകണം കുഞ്ഞിന്. ഞാൻ ദൈവത്തോടുള്ള ബന്ധം എൻ്റെ കുഞ്ഞ് കാണട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ ഞാൻ ഈ മാതാപിതാക്കളെ അനുഗ്രഹിക്കുക. ഞങ്ങൾ ഒരുമിച്ച് ഭവനത്തിലായിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൈവിടപ്പെട്ടു പോകല്ലേ. ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മോഡലായി മാറട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മോഡലായി മാറട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വചനാധ്യാപകന്മാരായി മാറട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ സ്തോത്രം കറക്റ്റ് ചെയ്യുന്ന നല്ല അധ്യാപകന്മാരായി മാറട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല പ്രവാചകന്മാരായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു. മാതാവും പിതാവും ആകാൻ ആഗ്രഹിച്ചു വിടിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപയിൽ പൊതിയണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. യേശുവിൻ കൂടെ നടക്കാം, വിശുദ്ധിയും പാടും.